യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്ക് പോവാണ് ഗായ്സ്. ഇതാ നമ്മളെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടുള്ളത് ഗായ്സ്. ഇതാ വിജനമായ റോഡുകൾ ഇതാ നിറഞ്ഞിരിക്കുന്നു. ഗായ്സ് ഇതാ എൻ്റെ അനിയത്തി ഷനി. ഹായ് പറ. വേർ ഈസ് മൈ പപ്പ. ഇവിടെ എൻ്റെ അച്ഛനുണ്ട് ഗായ്സ്. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ചോയ് കൂയ് ഹായ് പറ. ഹായ്. ബാക്കിൽ മാതാശ്രീ ഇരിപ്പുണ്ട്. എവിടെ മാതാശ്രീ? തല കാണിക്കൂ. കാണുന്നില്ല ഗായ്സ്, ഇരുട്ടാണ്. ഇപ്പം സമയം ഏകദേശം 4:52 ആയിട്ടുണ്ട്. ഇവിടെ അച്ഛൻ്റെ ചങ്ങായി ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. അപ്പം ഗായ്സ് നമുക്കിനി ഊട്ടിയിൽ വെച്ച് കാണാം. അത്രവരേക്കും വ്ലോഗ് ബ്രേക്ക് ഗായ്സ്. അപ്പം നമ്മൾ ഊട്ടിയിൽ എത്തിയിരിക്കുന്നു. നമ്മളിനി ഇവിടെ റൂം എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഞാൻ എൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് വ്യൂ. കറക്റ്റ് എനിക്ക് കിട്ടുന്നില്ല. നമ്മുടെ റൂമാണ് ഇവിടെ. ഇവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഒരു വില്ല പോലെയാണിത്, ചെറിയൊരു വില്ല പോലെയാണിത്. ഹായ് പറ. 4:30 പുറപ്പെട്ടിട്ട് ഇപ്പോൾ ടൈം 1:40 ആയിട്ടുണ്ട്. 1:40ക്കാണ് നമ്മളിവിടെ എത്തിയത്. ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകണം. അതിന് മുന്നേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ആ പരിപാടി നോക്കട്ടെ. എല്ലാവരും റൂം നോക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. വീണ്ടും പുറത്ത് വരുന്നുണ്ട്. നേരത്തെ അത്ര തണുപ്പ് ഇവിടെ വരുന്നില്ല. ചെറുങ്ങനെ വരുന്നുള്ളൂ. പക്ഷെ നേരത്തെ അത്ര കൂൾ അങ്ങോട്ട് വരുന്നില്ല. ശരിക്കും അങ്ങോട്ട് വരുന്നില്ല. ഇനി നൈറ്റിൽ വരുമോയെന്ന് അറിയില്ല. നമ്മൾ റൂം നോക്കാൻ വേണ്ടി മുകളിലോട്ടേക്ക് പോവാണ്. സ്റ്റെപ്പ് കയറി പോവാണ്. ഇത്രേ വ്യൂ കാണുന്നുള്ളൂ. താഴെ എന്തായാലും ശരിക്കും കാണുന്നുണ്ട്. പക്ഷെ ഫോണിൽ അത് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഇനി റൂമിലോട്ട് പോകാം. എവിടെ ഇവർ കയറിയത്? എങ്ങോട്ടാ പോയെന്ന് തോന്നുന്നു. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. റൂം എത്തിയിട്ടുണ്ട്. ഇതാ റൂമെന്ന് തോന്നുന്നു. ഇതാ നമ്മുടേതാണെന്ന് അറിയില്ല. ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. റൂമാണിത്. ഇപ്പുറത്തെ ടോയ്ലറ്റ് ആണ്. ഇതെൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് റിയാൻഷി. വ്യൂ ആണത്. ശരിക്കും അങ്ങോട്ട് ഇതിലോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല വ്യൂ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ബാഗൊക്കെ റൂമിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ് താഴോട്ടേക്ക്. ഇനി ബാഗ് കാറിൽ നിന്ന് എടുത്തിട്ട് റൂമിലോട്ട് കൊണ്ടുവരണം. അതെടുത്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോവാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ടാണ് ഉള്ളത്. ഞങ്ങളെ ബാക്കിലായിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മളെ റെസ്റ്റോറൻറ്റിലെത്തി. ഇനി കുറച്ച് പേരും കൂടെ വരാനുണ്ട്. അപ്പം നമ്മൾ തിലകൻ സിനിമയിലെ ആ വീട്ടിൽ തിലകൻ സാറ് സ്റ്റേ ചെയ്ത ആ വീട്ടിലാണ് നമ്മളിപ്പോൾ. സിനിമയിലെ ആ വീട്ടിലാണ് ഉള്ളത്. ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. നല്ല തിരക്കാണ് ഗൈസ്. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ട് ഇനി വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കട്ടെ. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് പോവാണ്. എങ്ങോട്ടേക്കാണെന്നൊന്നും അറിയില്ല. കുറേ അങ്ങോട്ട് പോയാൽ കുറേ ചന്തകളൊക്കെ കാണാം. അപ്പോൾ അത് നോക്കിയിട്ട് എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. കൊടും തണുപ്പാണ്. എൻ്റെ പല്ല് വരെ ഇങ്ങനെ കടിക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പാണ്. നല്ല മഴക്കാറ് നല്ലോണം കൂടിയിട്ടുണ്ട്. കൊടും തണുപ്പാണ് ഗൈസ്. സഹിക്കാൻ പറ്റില്ല. ഈ ഒരു മാസം വന്നാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ മെയ് മാസത്തിൽ വന്നാൽ
ഇത്രയും തണുപ്പുണ്ടാവുന്ന തോന്നുന്നത്. ശീതം കയറുന്നില്ലേ? ഇങ്ങനെ നടന്ന് പോവാൻ ഭയങ്കര സുഖമാണ്. തണുപ്പത്ത് ഇങ്ങനെ കൊടും തണുപ്പിൽ ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര തണുപ്പാണ്. നമ്മളിനി ഇവിടെ എന്താണ് മറ്റന്നാൾ വരെ കാണും. മറ്റന്നാൾ നമ്മൾ മോർണിംഗിൽ വിടും തോന്നുന്നു. അപ്പോൾ ഈ ഒരു 2-3 ദിവസം നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ്. അത്രയും തണുപ്പുണ്ട് ഗൈസ്, പറഞ്ഞാൽ തിരിയില്ല. ഫുൾ മൊത്തം ഈ സെറ്റർ ഇട്ടിട്ടൊന്നും അത് തണുപ്പ് അങ്ങോട്ട് എന്താ പറയാ മാറുന്നില്ല. അത്രയും തണുപ്പാണ്. ഇതൊന്നല്ലപ്പോ ഗൈസ് ചെവിയു എല്ലാരും നടക്കുകയാണ്. വേറൊരാൾ എൻ്റെ കൂടെ ഉണ്ട്. തണുത്തിട്ട് വർത്താനം പറയാൻ കഴിയുന്നില്ല, അത്രയും തണുപ്പാണ് ഗൈസ്. വായിന്നൊക്കെ നല്ലോണം പുകയൊക്കെ പോകുന്നുണ്ട്, കാണുന്നില്ല. ഇവിടെ ഒരാൾ ചളിയൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അത് ഫോണിൽ കാണൂല, ഫോണിൽ അത് കിട്ടൂല ഗൈസ്. ഇത് എൻ്റെ കൂടിയുള്ളൊരു കട്ടുറുമ്പാണ്. ഋതുട്ടാ ഹായ്. കുറേ ദൂരമുണ്ട് ഒന്ന് ഇവിടെ നിന്ന് നടക്കാൻ. കുറേ ദൂരമുണ്ട് അമ്മ, ഒത്തിരി ദൂരമുണ്ട് എന്ന് തോന്നുന്നു. ശനി ഹായ് ഗൈസ്. അങ്ങനെ നമ്മൾ റോസ് ഗാർഡനിലേക്ക് പോവാണ്. റോസ് ഗാർഡൻ ഇവിടുന്ന് 1/2 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറേ ദൂരമായി നടക്കുന്നു, വയ്യ, ക്ഷീണിച്ചു, ടയർഡായി. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ശരിക്കും അറിയില്ല. താഴത്തുനിന്നൊരു ആൻറ്റിയോട് ചോദിച്ചപ്പോൾ 1/2 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അവിടെ ബോർഡൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ട് റോസ് ഗാർഡൻ എന്നിട്ട് എത്തിയെന്നാ തോന്നുന്നേ, അറിയില്ല. ആ എത്തി. ഇനി ഇതേ വഴി തിരിച്ച് നടക്കണം. അതാകുമ്പോഴത്തേക്കും ഒരു വകയാകും വണ്ടി. അങ്ങനെ നമ്മുടെ റോസ് ഗാർഡൻ ഇവിടെ എത്തിയിരിക്കുന്നു. ബോർഡ് മാത്രം കാണുന്നത്, അതിൻ്റെ വേറെ സംഭവങ്ങളൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ബോർഡൊക്കെ ഇവിടെ കാണുന്നുണ്ട്, അവിടെയാന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മുടെ റോസ് ഗാർഡൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഹാവ് എ ഗുഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനിയും നടക്കണം തോന്നുട്ടോ. അവിടെ വേ ടു റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏറോ മാർക്ക് കാണുന്നുണ്ട്. വീണ്ടും നടക്കണം തോന്നുന്നു. എന്താണെന്ന് ശരിക്കും അറിയില്ല. ഞങ്ങളോട് വേറെ അച്ഛന്മാരൊന്നും വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വന്നിട്ട് ഇറങ്ങിയ ശരിക്കും അറിയില്ല എങ്ങനെയാ പോകണ്ടേന്ന്. വീണ്ടും കൂടുതൽ നടക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. താഴത്തൂടെ ഒരു ഷോർട്ട് കട്ട് വഴി ഉണ്ടായിരുന്നു, അത് ശരിയാണോ എന്നറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ചിലപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് വഴിയായിരിക്കും. താഴെ നിന്ന് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്കൊരു വഴി ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ ആവണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വന്നത്. നോക്കാം. ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ ഏറോ മാർക്കൊക്കെ കുറേ വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കാന്ന് പറഞ്ഞിട്ട്. എത്ര ദൂരം ഉണ്ടാവോ എനിക്കറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നോക്കാം. അപ്പോൾ നമ്മുടെ റോസ് ഗാർഡൻ നമ്മൾ തപ്പിക്കണ്ടുപിടിച്ചു. യുറേക്ക. അപ്പോൾ അവിടെയാണ് റോസ് ഗാർഡൻ. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം തോന്നല്ലേ? അത് ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് വേണ്ടി വരാം. ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പും തപ്പി വന്നതാണ്. പണ്ട് ഉള്ളിൽ കയറുന്നുണ്ടോയെന്ന് അങ്ങോട്ട് ഉറപ്പിച്ചില്ല. ചിലപ്പോൾ കയറുമായിരിക്കില്ലേ, കയറൂലേ. എന്താ ഉറപ്പിച്ചാ?
ഉറപ്പിച്ചാ? എന്താന്നൊന്നും അവസ്ഥ തിരിയുന്നില്ല. അടിയിൽ കൂടെ ഒക്കെ ചെറുങ്ങനെ എങ്ങനെയൊക്കെയോ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ കുറേ റോസ് കാണുന്നുണ്ട്. നമ്മളിന്ന് പർച്ചേസിങ്ങിന് വന്നതാണല്ലോ, ഇപ്പോൾ ചിലപ്പോളേ കയറൂ അല്ലെങ്കിൽ കയറില്ല. അപ്പോൾ നമ്മുടെ ഇതാ അങ്ങോട്ടേക്ക് പോവാണ്. ഇനി ചിലപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഷോപ്പിൻ്റെ വേറെ എന്തെങ്കിലും വ്യൂ കാണിച്ചു തരാം. അടിപൊളി സംഭവമാണ്. ഞാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു ഓർമ്മയിൽ അടിപൊളിയാണ്. ജസ്റ്റ് ഒന്ന് ഒരു ഫങ്ഷന് വന്നപ്പോൾ ഇവിടെ കയറിയതാണ് പണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇനി അതിലും അടിപൊളി ആയിട്ടുണ്ടാവും ചിലപ്പോൾ. ഇത് 2025 ആണല്ലോ, അതിലും അടിപൊളി ആയിട്ടുണ്ടാവും. ഷോപ്പൊന്നും ഇവിടെ കാണുന്നില്ല. ഇനി ഉള്ളോട്ടാണോ എന്ന് ഒരു ഡൗട്ട്. എവിടെ ഇനി ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും, ഒന്നും തിരിയുന്നില്ല. ഇതാണ് നമ്മുടെ വ്യൂ, അടിപൊളിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് റോസ് ഗാർഡനിലേക്ക് ഉള്ളിലേക്ക് പോകാനുള്ള എൻട്രി. അടിപൊളിയാണ്. ഇതാണ് അതിൻ്റെ എൻട്രി. നല്ലുണ്ട് കാണാൻ. ഇനി ഉള്ളിലോട്ട് പോയാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ നമുക്ക് അതിൻ്റെ വ്യൂ കാണാൻ പറ്റുമോ. അങ്ങനെ നമ്മൾ ഷോപ്പ് തപ്പി ഷോപ്പ് എത്തിയിട്ടുണ്ട്. അവസാനം നമ്മൾ കണ്ടുപിടിച്ച ഷോപ്പും ചെറിയ സാധനങ്ങൾ, ചെറിയൊരു ഷോപ്പാണ്. അത്രയും നിരന്ന് കിടക്കുന്ന ഷോപ്പൊന്നല്ല. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് തപ്പി എടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ചെറിയൊരു ഇടങ്ങിയ ഷോപ്പാണ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും കാണാനൊന്നുമില്ല. ഫുൾ ചോക്ലേറ്റ്സ് ആണ്. അപ്പം നമ്മളെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം തീരാറായി. പോവാനാന്ന് പോകുന്നത്. അപ്പം അതിലിടയ്ക്ക് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത് ചെവി പൊന്തുന്നൊരു സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലുണ്ട് ഇത് കാണാൻ. ഇത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. നല്ല കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് തന്നെയുണ്ട്. എൻ്റെ സിസ്റ്ററും വാങ്ങിയിട്ടുണ്ട്. ശനി അതൊന്ന് പ്രസ് ചെയ്ത്. അവളുടെ സൗണ്ട് വരുന്നുണ്ട്, എൻ്റെ സൗണ്ട് വരുന്നില്ല. ഇല്ല, എൻ്റെ സൗണ്ട് വരുന്നില്ല. എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ലോണം ഇങ്ങനെ ആക്കണം, നല്ല വരുള്ളൂ. അപ്പം നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോവാണ്. ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി. അപ്പോൾ നമ്മൾ റൂമിലെത്തി, ഡ്രസ്സൊക്കെ മാറി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ പോകുമെന്നാണ് പറയുന്നത്. പോകുമെന്നറിയില്ല, എങ്ങനെയാണെന്നൊന്നും തീരുമാനിച്ചില്ല. എല്ലാവരും റെഡി ആകുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ റെഡിയായി. ഇതൊന്നും ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. നല്ല തണുപ്പാണ്. ഫുൾ മൊത്തം കോടയാണ്. വായൊന്നും എന്താ പറയുക, പല്ലൊക്കെ ഇങ്ങനെ വല്ലാണ്ട് കടിക്കുന്നു തണുത്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഞങ്ങൾ സ്ലീപ്പ് ടൈമാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.